ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവൻ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ, ആർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന്. ഇതാ നമ്മുടെ സ്വന്തം പുട്ടിൻ്റെ റെസിപ്പി. ഇത് സാധാരണ പുട്ടല്ല, വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ നല്ല സൂപ്പർ സോഫ്റ്റ് റാഗി പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു അരക്കപ്പ് റവ എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ടതായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് ഇത് ചൂടാക്കുന്നുള്ളൂ. ഒരുപാട് റോസ്റ്റായിട്ട് റെഡ് കളർ ആവണ വരെ വറക്കുന്നില്ല. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റാഗിയുടെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന റാഗിയുടെ പൊടി തന്നെയാണ്. അതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കുക. പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാവും. ഒരുപാട് വറുത്ത് കരിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതാ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം മാത്രമേ പുട്ടിനെ കുഴയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇത് ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. തണുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് റവയ്ക്ക് പകരം വേണമെങ്കിൽ അരിയുടെ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. അല്ല, ഗോതമ്പ് പുട്ടുപൊടി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. കാരണം ഇതിലൊരു തരിക്ക് വേണ്ടി മാത്രമാണ് ഇതിൽ റവ ചേർത്തിയത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും റാഗിയുടെ പൊടി കൊണ്ട് മാത്രം വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒട്ടും തരി ഉണ്ടാവില്ല. ഇവിടെ തരിയുള്ള പുട്ടിനോടാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാണ് റാഗി ചേർത്തത്. വെള്ളം തളിച്ച് മാത്രമേ റാഗി പുട്ട് കുഴയ്ക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കാരണം അത് ഭയങ്കര സോഫ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഒട്ടും കട്ട കൂടില്ല. അതുമാതിരി കട്ട കൂടാതെ കഴിക്കാനുള്ള മാർഗ്ഗമാണ് നമ്മുടെ ഈ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നുള്ളത്. വളരെ പെട്ടെന്ന് കൈയൊന്നും തൊടാതെ തന്നെ നന്നായിട്ട് നമ്മുടെ പുട്ടുപൊടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു തേങ്ങ കടിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. അതുപോലെ കട്ട പിടിക്കുകയില്ല. അപ്പോൾ ഇത് 5 മിനിറ്റ് ഇതിനെ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരുടെയും പുട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പുട്ടിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടി സ്റ്റീമറിൽ വെച്ചിട്ട് വെറുതെ സ്റ്റീം ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. റാഗി നമ്മൾ പൊതുവേ ഉപയോഗിക്കാൻ മടിക്കുന്നൊരു സാധനമാണ് അല്ലേ. പക്ഷേ റാഗി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ്. അതിൽ അയൺ കണ്ടൻറ്റ് നല്ലോണം ഉണ്ട്. ലേഡീസിന് വളരെയധികം നല്ലതാണ്. 40s കഴിഞ്ഞ ലേഡീസിന് വളരെയധികം നല്ലതാണ് നമ്മുടെ റാഗി പുട്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഷുഗർ പേഷ്യൻസ് മാത്രമാണ് റാഗി കഴിക്കുന്നത്. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ റാഗി പുട്ട്. അപ്പോൾ ഇതാ റാഗി പുട്ടിന് മുകളിൽ ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നമുക്കിതിന് ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റീമറിൽ വെറുതെ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. നോക്കാം നമുക്ക് സോഫ്റ്റ് ആണോ ഇങ്ങനെ ഉണ്ടെന്ന്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. റാഗിയുടെ ആ ഒരു, നമ്മൾ പൊതുവേ കുട്ടികൾക്ക് മാത്രമാണ് ഈ റാഗിയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ്, അവർക്ക് മാത്രമല്ല ആർക്കും കഴിക്കാൻ പറ്റിയ ഒരു റാഗി പുട്ടാണ് ഇത്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് വെറും പപ്പടത്തിൻ്റെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ അല്ല, നമുക്ക് കറിയുടെ കൂടെയോ കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ. ബൈ.